ആകെ ഈ കമ്പനിയിൽ 3 ജീവനക്കാരേ ഉള്ളൂ. ഒരാള് സെയിൽസ് മാനേജർ, ഒരാള് എക്സിക്യൂട്ടീവ് മാനേജറോ പർച്ചേസ് മാനേജർ, ഒരാള് ഓപ്പറേറ്റിംഗ് മാനേജർ. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള 3, അത് ഞാനിന്ന് എന്റെ FB-യിൽ ആ 3 ആളുകളുടെ തസ്തികകൾ അത് അവരുടെ സൈറ്റിൽ നിന്ന് എടുത്തിട്ട് തന്നെ കൊടുത്തിരുന്നു. 3 മാനേജർമാർ മാത്രമാണ് ആ കമ്പനിക്കുള്ളത്. പണ്ട് CH മുഹമ്മദ് കോയ സാഹിബ് വിമത ലീഗ് ഉണ്ടായ സമയത്ത് എല്ലാ നേതാക്കന്മാരും അന്ന് അഖിലേന്ത്യാ ലീഗിലാണ്. അഖിലേന്ത്യാ ലീഗിനെ കുറിച്ച് പറഞ്ഞ ഒരു വാചകമാണ് എനിക്ക് ഓർമ്മ വന്നത്. അഖിലേന്ത്യാ ലീഗ് ഡച്ച് പട്ടാളം പോലെയാണ്. ഓൾ ആർ കമാൻഡർ ഇൻ ചീഫ്, ദർ ഇസ് നോ സോൾജിയേഴ്സ് ടു ഫൈറ്റ്. യുദ്ധം ചെയ്യാൻ ആളുകളില്ലാത്ത, പട്ടാളക്കാരില്ലാത്ത, വെറും ഒരു കമാൻഡർ ചീഫുകൾ മാത്രമുള്ള സൈന്യമാണ് ഡച്ചുകാരുടേത്. അതുപോലെയാണ് അഖിലേന്ത്യാ ലീഗ് എന്ന് പണ്ട് CH കളിയാക്കി പറഞ്ഞിരുന്നു. സത്യത്തിൽ CHന്റെ ആ വാക്കുകൾ പ്രസക്തമാകുന്നത് ഫിറോസിന്റെ കമ്പനിയുമായിട്ട് കൂടി ബന്ധപ്പെട്ടാണ്. 3 മാനേജർമാർ മാത്രമുള്ള കമ്പനി. ഒരു ക്ലാർക്കില്ല, ഒരു സ്റ്റെനോഗ്രാഫർ ഇല്ല, ഒരു സിസ്റ്റം ഓപ്പറേറ്റർ ഇല്ല, ഒരു അറ്റൻഡർ ഇല്ല. ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തൂപ്പുകാരൻ വേണമല്ലോ. അപ്പൊ തൂപ്പുകാരന്റെ ജോലി ഉൾപ്പെടെ ചെയ്യുന്നത് മാനേജർമാരാണോ? അദ്ദേഹമാണ് അത് വ്യക്തമാക്കേണ്ടത്. അദ്ദേഹം ഇത് അംഗീകരിച്ചിട്ടുണ്ട്. എനിക്ക് വിസ ഉണ്ട്. അദ്ദേഹത്തിന് ഇവിടുത്തെ മാത്രം ജോബ് വിസ അല്ലത്രേ ഉള്ളത്. അമേരിക്കയിലെ ജോബ് വിസയുണ്ട്, UK-യിലെ ജോബ് വിസയുണ്ട്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലെ ജോബ് വിസകൾ ഹോൾഡ് ചെയ്യുന്ന, ഒരുപാട് രാജ്യങ്ങളിൽ ബിസിനസ്സുകൾ നടത്താൻ കഴിവുള്ള, എന്നാൽ അതോടൊപ്പം കേരളത്തിൽ യൂത്ത് ലീഗിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മുന്നിലും ചുക്കാൻ പിടിച്ചു നിൽക്കുന്ന ഇദ്ദേഹം ഒരു മായാവി തന്നെയാണ്. കുമ്പിടി എന്ന് പറഞ്ഞാൽ പോരാ, അത് കുറച്ച് താഴ്ന്നു പോകും. പൊളിറ്റിക്കൽ കുമ്പിടിയല്ല, സാക്ഷാൽ മായാവി തന്നെയാണ്. കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണ് ശ്രീ PK ഫിറോസ്. ഇത്ര വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. എന്നിട്ട് അദ്ദേഹം യൂത്ത് ലീഗുകാരോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും ബിസിനസ്സുകാരാവണം, നിങ്ങളൊന്നും ഇങ്ങനെ ആയാൽ പറ്റൂല. ഒരു മുഴുസമയ രാഷ്ട്രീയ പ്രവർത്തകൻ, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ഈ പദവികൾ അലങ്കരിക്കുന്ന കേരളത്തിലെ ഏത് വ്യക്തിയാണ് വിദേശ രാജ്യത്ത് ഒരു റെസിഡൻസി വിസ ഹോൾഡ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു യുവജന സംഘടനയുടെ നേതാവ്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഇങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ജോബ് വിസ ഹോൾഡ് ചെയ്യുന്നവരായിട്ടുണ്ടോ? അത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോടാണ് ചോദിക്കേണ്ടത്. കാരണം അവരുടെ യുവജന സംഘടനയാണല്ലോ യൂത്ത് ലീഗ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന് ജോബ് വിസയുണ്ടോ? ഫിറോസ് വ്യക്തമാക്കട്ടെ. സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾക്ക്, അദ്ദേഹം യൂത്ത് ലീഗ് പ്രവർത്തകരോട് പറയുന്നത്, ആദ്യം പ്രവൃത്തിപഥത്തിൽ അദ്ദേഹം കൊണ്ടുവരേണ്ടത് ആരുടെ പ്രവൃത്തിപഥത്തിലാണ്? തന്റെ കമ്മിറ്റിയിൽ തന്റെ പ്രസിഡന്റായിട്ടുള്ള, താൻ ജനറൽ സെക്രട്ടറിയായ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള മുനവർ അലി ശിഹാബ് തങ്ങളോടാണ്. മുനവർ അലി ശിഹാബ് തങ്ങൾക്ക് അങ്ങനെ ഒരു ജോബ് വിസ 20,000-ഓ 22,000-ഓ ദിർഹം അഥവാ 5 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ ശമ്പളം പറ്റുന്ന വല്ല വിസയും അദ്ദേഹത്തിനുണ്ടോ? അദ്ദേഹത്തിന്റെ കമ്മിറ്റിയിലെ ട്രഷറർക്കുണ്ടോ? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളിന് ജോബ് വിസയുണ്ടോ? PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ജോബ് വിസയുണ്ടോ ഏതെങ്കിലും രാജ്യത്ത്? PMA സലാമിന് ജോബ് വിസയുണ്ടോ? അപ്പോ ഈ ഉപദേശം അദ്ദേഹം ആരോടാണ് നടത്തേണ്ടത്? ഇവരോടൊക്കെയല്ലേ? അല്ലെങ്കിൽ ഇവരൊക്കെ ആദ്യം ജോബ് വിസ ഉണ്ടാക്കി സമ്പാദിക്കുന്നു എന്ന് ബോധ്യമായാൽ ഫിറോസിനും യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറിയായ ഞാൻ മാത്രം എന്തിനാണ് വെറുതെ സമ്പാദിക്കാതിരിക്കുന്നത്? ഇവിടെ ഇരുന്നു കൊണ്ട് 5,15 ലക്ഷം രൂപ ശമ്പളം വാങ്ങാൻ
ഞാൻ എന്തിനു മടിക്കണമെന്ന് അദ്ദേഹം ആലോചിക്കേണ്ടിയിരുന്നത് അങ്ങനെ ആയിരുന്നെങ്കിലല്ലേ? CH മുഹമ്മദ് കോയ സാഹിബിന് ഇതൊന്നും അറിയില്ലായിരുന്നു. അദ്ദേഹം ഒരു പോയത്തക്കാരനായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മഹാനായ CH മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പുരയിടം, അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹത്തിന്റെ സ്വത്തും കടത്തിലായിരുന്നു, ബാങ്കിലായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ CHന് ഫിറോസിന്റെ പോലെ സാമർഥ്യം ഇല്ലാത്തത് കൊണ്ടാകും CH ആ കാലത്ത് മറ്റു ജോലികളിലൊന്നും ഏർപ്പെടാൻ